ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് അഡ്മിഷൻ ബുക്കിംഗിന് കൂടുതൽ പണം ഈടാക്കാനുള്ള വിവാദ ഉത്തരവ് മെഡിക്കൽ കോളേജ് പിൻവലിച്ചു. സൗജന്യ നിരക്കായ 10 രൂപ തന്നെ നൽകിയാൽ മതിയെന്ന് അധികൃതർ. പുതിയ സർക്കുലർ നാളെ പുറത്തിറക്കും. വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ, കൂടിയ നിരക്ക് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉത്തരവ് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിൽ തീരുമാനമായിരിക്കുന്നു. സൗജന്യ നിരക്കായ 10 രൂപ തന്നെ നൽകിയാൽ മതിയെന്ന് അധികൃതർ. എന്താണ് ഈ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിയത്? വിജി, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ രോഗികൾക്ക് അഡ്മിഷൻ ബുക്കിന് 30 രൂപ ഈടാക്കിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു അഡ്മിഷൻ ബുക്കിന് ഫീസ് വർദ്ധിപ്പിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. രോഗികളുടെ ഭാഗത്തു നിന്നടക്കം വലിയ പ്രതിഷേധം ഉയർന്നു. ഇവർ ആശുപത്രി സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് പരാതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് ഈ വിവാദ ഉത്തരവ് സർക്കുലർ പിൻവലിക്കാൻ ആശുപത്രി അധികൃതർ തീരുമാനിച്ചത്. നാളെ പുതുക്കിയ ഉത്തരവ് നാളെ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുക്കിയ ഉത്തരവ് പ്രകാരം പഴയ സൗജന്യ നിരക്കായ 10 രൂപ തന്നെ അഡ്മിഷൻ ബുക്കിന് നൽകിയാൽ മതിയെന്നും 30 രൂപ ഈടാക്കാനുള്ള തീരുമാനം പിൻവലിച്ചതായും അധികൃതർ അറിയിച്ചിരിക്കുന്നു. സർക്കാർ പ്രസ്സിൽ നിന്നും അഡ്മിഷൻ ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകാത്തതിനാൽ ആശുപത്രി വികസന സൊസൈറ്റി സ്വന്തം നിലയിൽ ബുക്ക് പ്രിന്റ് ചെയ്യാൻ തീരുമാനമെടുത്തെന്നും അതിന്റെ ഭാഗമായാണ് ബുക്കിന് 30 രൂപ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചതുമെന്നായിരുന്നു സർക്കുലറിൽ പറഞ്ഞത്. ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ പുറത്തിറങ്ങിയ സർക്കുലറിൽ വ്യക്തമാക്കിയത്. ഈ സർക്കുലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ രോഗികൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി ആശുപത്രി അധികൃതരെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. യുവജന സംഘടനകൾ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് പ്രതിഷേധം നടത്തുമെന്ന പ്രഖ്യാപനവും നടത്തി. ഇതിന് പിന്നാലെയാണ് ഈ വിവാദ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ആശുപത്രി അധികൃതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഫിജി, ശരി.